വെള്ളാപ്പള്ളിയുടെ സാമുദായിക ഐക്യനീക്കത്തിന് പിന്നിൽ രാഷ്ട്രീയമെന്ന് ആവർത്തിക്കുകയാണ് ജി സുകുമാരൻ നായർ. ഐക്യത്തിൽ നിന്നുള്ള പിന്മാറ്റത്തിൽ ഒരു തരത്തിലുള്ള ബാഹ്യ ഇടപെടലും ഉണ്ടായിട്ടില്ല. തുഷാർ വരുന്നതിൽ രാഷ്ട്രീയമെന്ന് താൻ തിരിച്ചറിഞ്ഞു, അതൊരു കെണിയാണ് എന്ന് തിരിച്ചറിഞ്ഞു. വെള്ളാപ്പള്ളിക്ക് പത്മ പുരസ്കാരം കൂടി നൽകിയതോടെ ദുരൂഹത ബലപ്പെട്ടു എന്നും ജി സുകുമാരൻ നായർ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം വെള്ളാപ്പള്ളി നടേശനും ഇന്ന് മാധ്യമങ്ങളെ കണ്ടിരുന്നു. ആ നീക്കത്തിന് പിന്നിൽ, ഐക്യനീക്കത്തിന് പിന്നിൽ രാഷ്ട്രീയമില്ല എന്ന് വിശദീകരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ ഇന്ന് നമ്മൾ കണ്ടു. ശരത് എസ്.എസും അഖിൽ കെയും അർജുൻ മട്ടന്നൂരും വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം അഖിലിലേക്കാണ്. അഖിൽ, NSS ജനറൽ സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനം കണ്ടു. അതിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ വെള്ളാപ്പള്ളിയുടെ നീക്കത്തിലൊരു രാഷ്ട്രീയമുണ്ട് എന്ന സംശയം ബലപ്പെട്ടു. അതിനെ തുടർന്നാണ് ആ ഐക്യനീക്കത്തിൽ നിന്ന് പിന്മാറിയത് എന്ന് NSS വിശദീകരിക്കുന്നുണ്ട്. തുഷാറിന്റെ വരവ് സംശയം പ്രകടിപ്പിച്ചു. ഒപ്പം വെള്ളാപ്പള്ളിക്ക് ഈ ഘട്ടത്തിൽ കിട്ടിയ പത്മ പുരസ്കാരം, അതിലും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് ജി സുകുമാരൻ നായർ. അഖിൽ, അഖിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്താം. ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട് ടെലിഫോൺ ബന്ധത്തിലെന്നാണ് മനസ്സിലാക്കുന്നത്. പരിഹരിച്ചതിന് ശേഷം അഖിൽ കെയിലേക്ക് എത്താം. അഖിൽ നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. അഖിൽ, NSS ജനറൽ സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനം, അതിൽ വെള്ളാപ്പള്ളിയുടെ നീക്കത്തിൽ ഒരു രാഷ്ട്രീയമുണ്ട് എന്ന കാര്യം ജി സുകുമാരൻ നായർ ആവർത്തിക്കുകയാണ്. ഒപ്പം ഈ സമയത്ത് വെള്ളാപ്പള്ളി നടേശന് പത്മ പുരസ്കാരം ലഭിച്ചതിൽ സംശയമുണ്ട്, തുഷാറിന്റെ വരവിൽ സംശയമുണ്ട് എന്നതടക്കം NSS ജനറൽ സെക്രട്ടറി വിശദീകരിക്കുന്നത് എന്താണ് അഖിൽ? രജിത്ത്, അത് തീർച്ചയായും, അതായത് അദ്ദേഹം വളരെ കൃത്യമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നു. അതായത് ഈ വെള്ളാപ്പള്ളി നടേശൻ കണ്ടപ്പോഴും അതായത് NSSന്റെ നിലപാടുകളിൽ അല്ലെങ്കിൽ പെരുമാറ്റത്തിൽ ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്ന് പറയുന്നു. ഒപ്പം തന്നെ SNDPയുടെ ഈ ഒരു ഐക്യം നീക്കത്തിൽ രാഷ്ട്രീയമില്ല എന്ന് പറയുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളെയും പൂർണ്ണമായും NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ഇന്ന് തള്ളിയിരിക്കുന്നു. അദ്ദേഹം അതിൽ കൃത്യമായി തന്നെ, അതായത് രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്, അതിന്റെ കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇത്തരത്തിൽ ഐക്യത്തിൽ നിന്ന് പിന്മാറുന്നു. ഐക്യത്തിന്റെ എല്ലാ സാധ്യതകളും, അതായത് ഐക്യം അതൊരു അടഞ്ഞ അധ്യായമാണ്, അതിനി തുറക്കില്ല എന്ന് തന്നെയാണ് ജി സുകുമാരൻ നായർ പറഞ്ഞത്. പക്ഷേ SNDPയുമായി സൗഹൃദത്തിൽ മുന്നോട്ട് പോകും, മറ്റെല്ലാവരുമായിട്ടുള്ള സൗഹൃദം ഉണ്ടാകുമെന്നാണ്. പക്ഷേ ഐക്യത്തിനൊപ്പം പോകാൻ കഴിയില്ല. അതായത് NSSന്റെ അടിസ്ഥാന തത്വങ്ങൾ, NSSന്റെ അടിസ്ഥാന മൂല്യങ്ങൾ ഇതിൽ നിന്നും വിഭിന്നമായി പോകും ഈ ഐക്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. സമദൂരം എന്ന നിലപാടിലേക്ക് പോകുമ്പോൾ രാഷ്ട്രീയ പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന ഒരാൾ വന്നുകൊണ്ടിരുന്ന ചർച്ച നടത്തുക എന്ന് പറയുന്നത് അത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ആദ്യഘട്ടത്തിൽ ഒരു സംശയം തോന്നിയില്ലെങ്കിൽ പോലും വന്ന ഒരു കാലതാമസം, അതായത് ഈ 3-4 ദിവസത്തിനുള്ളിൽ വരാമെന്ന് പറഞ്ഞു, ആ കാലതാമസം പോലും അനിവാര്യമായിരുന്നു. എങ്കിൽ പോലും ആ കാലതാമസം നന്നായി പോയി എന്നുള്ളതാണ് ജി സുകുമാരൻ നായർ പറയുന്നത്. കാരണം അത് തനിക്ക് ബോധ്യപ്പെട്ടു. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ താൻ എടുത്ത തീരുമാനം അത് ജനറൽ ബോർഡ് മുൻപിലേക്ക് വെക്കുകയും അത് പൂർണ്ണമായും ഐക്യകണ്ഠേന ജനറൽ ബോഡി പാസ്സാക്കിയ പ്രമേയമാണ് പിന്നീട് അത് പ്രസിദ്ധീകരിച്ചത്, തന്റെ പേരിൽ പ്രസിദ്ധീകരിച്ചു എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കുന്നത്. അതിൽ അദ്ദേഹം ആവർത്തിച്ച് പറയുന്ന കാര്യം എന്ന് പറയുന്നത്, തുഷാർ വെള്ളാപ്പള്ളി എന്ന് പറയുന്നത് BJPയുടെ നേതൃത്വത്തിലിരിക്കുന്ന വ്യക്തിയാണ്, BJPയുമായി അടുത്ത് നിൽക്കുന്ന വ്യക്തിയാണ്. ശരത്ത് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശരത്ത്, വെള്ളാപ്പള്ളിയുടെ വാർത്താ സമ്മേളനവും നമ്മൾ കണ്ടു. നേരത്തെ ഇന്നല്ല, കഴിഞ്ഞ ദിവസം ജി സുകുമാരൻ നായർ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞ വിമർശനങ്ങൾ, അതിൽ ഈ വെള്ളാപ്പള്ളിയുടെ നീക്കത്തിൽ രാഷ്ട്രീയമുണ്ട് എന്നതടക്കമുള്ള സംശയങ്ങൾ, അതിനൊക്കെ ഇന്ന് വെള്ളാപ്പള്ളിക്ക് നേരെ ചോദ്യങ്ങളുണ്ടായി. പക്ഷേ അങ്ങനെ ഒരു രാഷ്ട്രീയ നീക്കവുമല്ല അത് എന്ന് വിശദീകരിക്കുന്ന വെള്ളാപ്പള്ളിയാണ് നമ്മൾ ഇന്ന് കണ്ടത്. ജി സുകുമാരൻ നായർക്കെതിരെ അതേ ഭാഷയിൽ മറുപടി പറയാൻ വെള്ളാപ്പള്ളി തയ്യാറാകുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. മയപ്പെട്ടാണ് പ്രതികരണം, തലോടിക്കൊണ്ടാണ് പ്രതികരണം. ശരത്, റിജിത്ത്, അത് തന്നെയാണ്. സാധാരണഗതിയിൽ പ്രതിരോധത്തിലാകുന്ന സമയത്ത് വെള്ളാപ്പള്ളി പൊട്ടിത്തെറിക്കാറാണ് പതിവ്. പക്ഷേ ഇന്നത്തെ വെള്ളാപ്പള്ളിയുടെ പ്രസംഗം ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. അദ്ദേഹം ഇത്തരത്തിൽ മയപ്പെട്ട് ഒരു സൗമ്യമായിട്ടാണ് ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തിയത് എന്നുള്ളതാണ്. മാത്രമല്ല, ഈ NSS SNDP ഐക്യം അതൊരു അടഞ്ഞ അധ്യായമല്ല എന്നുള്ള അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങളെല്ലാം ഹിന്ദുക്കളാണ്, ഇന്നല്ലെങ്കിൽ നാളെ ഇത് സംഭവിക്കുമെന്നുള്ളതായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ ആ പ്രസംഗത്തിൽ പറഞ്ഞു വെച്ചത്. മാത്രമല്ല, NSSനെയും ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരെയും തള്ളാതെയും ഇത്തരം തള്ളരുതെന്ന നിർദ്ദേശം അണികൾക്ക് നൽകുന്ന കൂടി എന്ന് ആ പ്രസംഗത്തിൽ കാണാൻ വേണ്ടി സാധിച്ചു. അതായത് സുകുമാരൻ നായരെയും NSSനെയും തള്ളരുത്, ഇത്തരത്തിൽ പ്രതിരോധത്തിലാകുന്ന സമയത്തൊക്കെ തന്നെ സുകുമാരൻ നായർ തന്നെ പിന്തുണച്ചു. മുഖ്യമന്ത്രിയുടെ കാറിൽ കയറിയ സമയത്ത് വലിയ വിമർശനങ്ങൾ തനിക്ക് നേരെ ഉയർന്നു. പക്ഷേ ആ ഘട്ടത്തിൽ സുകുമാരൻ നായർ ഉൾപ്പെടെ തന്നെ പിന്തുണച്ചത് തനിക്ക് കരുത്തായി, ഇരട്ടി ശക്തിയായി എന്നുള്ളതാണ് വെള്ളാപ്പള്ളി ഇന്ന് പറഞ്ഞു വെച്ചത്. മാത്രമല്ല, സുകുമാരൻ നായരെ പുകഴ്ത്തുകയും NSSന്റെ നിലവിലെ തീരുമാനത്തെ തള്ളാതെ അതിനെ കുറ്റപ്പെടുത്താതെയുള്ള ഒരു പ്രതികരണമാണ് വെള്ളാപ്പള്ളി ഇന്നിപ്പോൾ എന്തായാലും നടത്തിയത്. ആ രീതിയിൽ ഈ NSS SNDP ഐക്യം അതൊരു അടഞ്ഞ അധ്യായമല്ല എന്ന് വെള്ളാപ്പള്ളി ആവർത്തിക്കുകയാണ്, അതിൽ കൂടുതൽ വ്യക്തത വരുത്തുകയാണ്. എന്തായാലും നിലവിൽ വെള്ളാപ്പള്ളിയുടെ പ്രതികരണം അത് ഇനിയും ചർച്ചകൾക്കുള്ള സാധ്യതയുണ്ട് എന്നുള്ള കൂടി മുന്നറിയിപ്പ് മുന്നോട്ട് വെക്കുകയാണ്. നിലവിൽ എന്തായാലും വെള്ളാപ്പള്ളി ഇന്നിപ്പോൾ ജി സുകുമാരൻ നായരെ തള്ളാൻ തയ്യാറായിട്ടില്ല. അതേസമയത്ത് ഇതിനു പിന്നിൽ രാഷ്ട്രീയമുണ്ട് എന്നുള്ള സുകുമാരൻ നായരുടെ ആരോപണത്തെ വെള്ളാപ്പള്ളി എന്തായാലും തള്ളിയിട്ടുണ്ട്. ഇതൊരു ഇലക്ഷൻ സ്റ്റണ്ടല്ല എന്നുള്ളതായിരുന്നു വെള്ളാപ്പള്ളി ഇന്ന് പ്രസംഗത്തിൽ പറഞ്ഞു വെച്ചത്.